ഇവിടെ പ്രചാരണം പൂർത്തിയായി. എങ്ങനെയൊക്കെയാണ് വിലയിരുത്തലുകൾ? തിരൂർ നഗരസഭക്കകത്ത് ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ മുന്നേറ്റം സാധ്യമാകുന്ന റിപ്പോർട്ടുകളാണ് തിരൂർ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ വാർഡുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം കാണാത്ത രൂപത്തിലുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് സാധ്യമായിട്ടുണ്ട്. നിലവിലുള്ള മുനിസിപ്പൽ ഭരണത്തിൻ്റെ ദുർഭരണത്തിനും അഴിമതിക്കും എതിരായിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്, തിരൂരുകാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ. അത്തരം ആളുകളുടെ പ്രതിഷേധങ്ങളും തിരൂരിൻ്റെ മുരടിച്ചു പോയിട്ടുള്ള 5 വർഷത്തെ സംബന്ധിച്ചുള്ള വലിയ വ്യാകുലതയും തിരൂരിലെ ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അത് തീർച്ചയായും അവർ ഇടതുപക്ഷത്തിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. നഗരത്തിൻ്റെ വികസനം നേരത്തെ ഇടതുപക്ഷ കൗൺസിലുകളുടെ കാലത്ത് എപ്രകാരമാണോ തിരൂരിനെ വികസിപ്പിച്ചത് ആ രൂപത്തിലേക്ക് വീണ്ടും തിരൂരിനെ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ വോട്ടർമാരുടെ മനസ്സിലുണ്ട്. അത് ഞങ്ങളുമായിട്ട് അവർ സംവദിക്കുമ്പോൾ ഞങ്ങളോട് അത്തരം സന്ദേശം അവർ നൽകാറുണ്ട്. വലിയ പ്രതീക്ഷയിലാണ് തിരൂരിലെ ജനങ്ങൾ. ഇടതുപക്ഷം ഒരിക്കൽ കൂടി തിരൂരിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. പ്രചാരണത്തിൽ എന്തൊക്കെയായിരുന്നു പ്രധാന വിഷയങ്ങൾ? പ്രചരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടു പോയിട്ടുള്ളത് നിലവിലുള്ള മുനിസിപ്പാലിറ്റിയുടെ അഴിമതിക്കെതിരായിക്കൊണ്ട് വലിയ രൂപത്തിലുള്ള അഴിമതിയാണ് തിരൂർ മുനിസിപ്പാലിറ്റിക്കെതിരായിക്കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ തിരൂരിലെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് അതിൻ്റെ കണക്ക് പരിശോധിച്ചിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടിനകത്തും പുറത്തു വന്നിട്ടുള്ളത് ചെറുതല്ല. അതിലേറ്റവും ഗൗരവമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയാതെ 20 ലക്ഷം രൂപ പിൻവലിച്ചു എന്നുള്ളതാണ്. ഇത് ഗൗരവപരമായിട്ടുള്ള വലിയ അന്വേഷണത്തിന് വിധേയമാക്കണം. വിജിലൻസ് അന്വേഷണം പോലുള്ള അന്വേഷണത്തിന് വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയാതെ മുനിസിപ്പാലിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ പിൻവലിച്ചു. ഒട്ടനവധി സ്വകാര്യ ബാങ്കുകളിൽ ഇവർ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഇത്തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിച്ചത്. ഇത് ആരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ ഗ്രാൻഡ് ഇനത്തിൽ അനുവദിച്ചു കഴിഞ്ഞ് ബാങ്കിൽ അവശേഷിക്കേണ്ട സംഖ്യ, ആ സംഖ്യയും ഗ്രാൻഡ് ഇനത്തിൽ ചെലവഴിച്ച സംഖ്യയും തമ്മിൽ വലിയ അന്തരം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ട ബാങ്ക് ബാലൻസ് അവിടെ കാണുന്നില്ല എന്നുള്ളത് ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. അത്തരത്തിൽ ഒട്ടനവധി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, അഴിമതി ആക്ഷേപങ്ങൾ അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. റിംഗ് കമ്പോസ്റ്റ് ഇനത്തിൽ ഏതാണ്ട് 40 ലക്ഷം രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഓഡിറ്റ് റിപ്പോർട്ട് അസന്നിഗ്ധമായിക്കൂടെ ഒരു സംശയത്തിനും ജനങ്ങൾക്കിടയില്ലാത്ത രൂപത്തിൽ അതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കരാറുകാരായിട്ടുള്ള എല്ലാ കരാറുകാരുമല്ല, കരാറുകാരുടെ ഒരു ചെറിയ ലോബി, പ്രത്യേകിച്ച് പയ്യനങ്ങാടി പ്രദേശമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ലോബി, അവരാണ് മുനിസിപ്പാലിറ്റിയിലെ മുസ്ലിം ലീഗിൻ്റെ എല്ലാ അരാജകത്വത്തിനും നേതൃത്വം നൽകുന്ന ആളുകൾ. അവർ തന്നെയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനും ചുക്കാൻ പിടിക്കുന്നത്. അത്തരം ആളുകളെ സംബന്ധിച്ച് വലിയ അന്വേഷണങ്ങൾ നടത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. പ്രധാനമായിട്ടും പ്രചാരണത്തിൽ ഉയർത്തി കാണിച്ചത് അഴിമതിയാണെന്ന് പറഞ്ഞു. അഴിമതിയും തിരൂരിന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള 5 വർഷം. അതെ, ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് LDF കൗൺസിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും തുടർ നടപടി? തീർച്ചയായും വലിയ അന്വേഷണത്തിന് വിധേയമാക്കും. ഇത് വളരെ സുതാര്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കും. വലിയ രൂപത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം. പൊതുജനങ്ങളുടെ ഫണ്ട് കൊള്ളയടിക്കേണ്ടതല്ല. മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് എന്ന് പറയുന്നത് പൊതുഫണ്ടാണ്. അത് മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കന്മാർക്ക്, എല്ലാവരെയും ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല, ഒട്ടനവധി നല്ല മനുഷ്യർ മുസ്ലിം ലീഗിനകത്തുണ്ട്. ലീഗിൻ്റെ ഒരു ഉപജാപ സംഘം തിരൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ദീർഘകാലമായിക്കൊണ്ട് അവരാണ് തിരൂരിൻ്റെ മുനിസിപ്പാലിറ്റിയെ എല്ലാ അരാജകത്വത്തിലേക്കും തള്ളിവിടുന്നത്. അതിൽ ചില കരാറുകാരാണ് അതിന് നേതൃത്വം നൽകുന്നത്. അത്തരം ആളുകളെ സംബന്ധിച്ചൊക്കെ വലിയ അന്വേഷണം നടത്തേണ്ടത് നിർബന്ധമായിട്ടുണ്ട്. അത് ഞങ്ങളുടെ കൗൺസിൽ അധികാരത്തിൽ വന്നാൽ അത്തരത്തിലൊരു വലിയ അന്വേഷണത്തിന് ഞങ്ങളതിന് തയ്യാറാവുമെന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കാറ്. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. എത്ര വാർഡുകളിൽ വിജയം പ്രതീക്ഷിക്കുന്നു? ഏതാണ്ട് 30 സീറ്റിനടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നല്ല ഭൂരിപക്ഷത്തോടുകൂടി, ഏറ്റവും സമാധാനത്തോടുകൂടി, ശാന്തമായിക്കൊണ്ട് മുനിസിപ്പാലിറ്റിക്ക് നേതൃത്വം നൽകാൻ കഴിയുന്ന ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾ എത്തുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഏതായാലും ഒരു സംശയവുമില്ല. വിജയം ഉറപ്പിച്ച വാർഡുകൾ പറയാമോ? ഒട്ടനവധി വാർഡ്, 40 വാർഡുകളും ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന വാർഡുകൾ തന്നെയാണ്. ഏതാണ്ട് 30 വാർഡുകളിൽ വിജയം ഏതാണ്ട് സുനിശ്ചിതമായിട്ടുണ്ട്. ബാക്കി വാർഡുകളിലും നല്ല മത്സരം നടക്കുന്നുണ്ട്. ജനങ്ങളുടെ കയ്യിലാണല്ലോ വിധി എന്ന് പറയുന്നത്. ഏതെല്ലാം മേഖലകളിലെ വിജയമാണ് ഭരണത്തെ നിർണ്ണയിക്കുക? എല്ലാ വാർഡുകളിലും, എല്ലാ ഭാഗങ്ങളിൽ നിന്നും, തിരൂരിൻ്റെ ഈസ്റ്റ് ഭാഗത്തു നിന്നും വെസ്റ്റ് ഭാഗത്തു നിന്നും എല്ലാ ഭാഗത്തു നിന്നും തെക്ക് ഭാഗത്തു നിന്നും എല്ലാം തന്നെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങളുള്ളത്. ജനങ്ങളിൽ വലിയ പ്രതിഷേധം, ആകമാനം തിരൂരുകാരുടെ ഇടയിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തിരൂർ നടത്തിയിട്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 3 സെൻറ്റിലും 4 സെൻറ്റിലൊക്കെ വീട് വെച്ചിട്ടുള്ള ഒട്ടനവധി പാവപ്പെട്ട മനുഷ്യർ തിരൂരിലില്ലേ? മുസ്ലിം ലീഗിൻ്റെ, യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരില്ലേ? തലപ്പള്ളി ഭാഗത്തേക്ക് നിങ്ങളൊന്ന് പോയി നോക്കൂ, എത്ര ചെറിയ കൂരകളാണ്. തെക്കുമുറിയിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കൂ, വിഷുപ്പാടത്തേക്ക് നിങ്ങളൊന്ന് പോയി നോക്കൂ. 5 സെൻറ്റിലും 10 സെൻറ്റിലും ഒക്കെ വീടുണ്ടാക്കിയിട്ടുള്ള പാവപ്പെട്ട മനുഷ്യർ കൈക്കൂലി കൊടുക്കാനില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് നമ്പർ ഇട്ട് കൊടുക്കുന്നില്ല.
അതേസമയം തിരൂരിലെ മുതലാളിമാരുടെ വലിയ കെട്ടിടങ്ങൾക്ക് എങ്ങനെയാണ് ഇവർ നമ്പർ ഇട്ടിട്ടുള്ളത്? എന്ത് മാനദണ്ഡങ്ങളാണ് ഈ ബിൽഡിംഗ് ആക്ട്, ബിൽഡിംഗ് റൂൾസൊക്കെ ഇവർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നതിന് ശേഷം എന്താണ് ഇവർ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്? അപ്പോൾ സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് വഴിവിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും കൈക്കൂലി കൊടുക്കാനില്ലാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഉപജാപ സംഘത്തിന് കൈക്കൂലി കൊടുക്കാനില്ലാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് അത്തരം പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന വീടിന് നമ്പർ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നത് എന്തൊരു അരാജകത്വമാണ്. ഇത്തരം ആളുകളുടെയൊക്കെ വലിയ പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് LDF ഉം UDF ഉം ചെയർമാൻ സ്ഥാനാർത്ഥികളെ മുന്നിൽ നിർത്തിയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതെങ്ങനെ ഗുണം ചെയ്തോ ദോഷം ചെയ്തോ? ലീഗ് ചെയർമാൻ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷം അത്തരത്തിൽ ഒരു ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് ആരെയും അവതരിപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ ഇടയിൽ നിന്ന് മത്സരിക്കുന്ന 40 സ്ഥാനാർത്ഥികളും പ്രഗത്ഭരാണ്, വിദ്യാസമ്പന്നരാണ്. 3-4 പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ആളുകളുണ്ട്, LLBക്കാരായിട്ടുള്ള വക്കീലന്മാരായിട്ടുള്ള ആളുകളുണ്ട്, ടീച്ചേഴ്സായിട്ടുള്ള ധാരാളം പേരുണ്ട്. നല്ല പൊതുപ്രവർത്തന രംഗത്ത് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്. തിരൂരിൻ്റെ ജനങ്ങളുടെ ഇടയിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ആളുകളാണ്. ഇവരെല്ലാവരും തന്നെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരാൻ യോഗ്യരായിട്ടുള്ള ആളുകളാണ്. ഇടതുപക്ഷം ഇതുവരെയായിട്ട് ഒരു ചെയർമാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ആരെയും ഉയർത്തിക്കാട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു രീതിയുമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞങ്ങളുടെ കൗൺസിൽ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചേർന്നുകൊണ്ട് അത്തരത്തിൽ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള LDF ഇത്തവണ സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെ വളരെ വൈകിയാണ് നടന്നിട്ടുള്ളത്. അതൊക്കെ പ്രചാരണ രംഗത്ത് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? LDFിൻ്റെ അങ്ങനെ സ്ഥാനാർത്ഥി നിർണ്ണയം നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടല്ലല്ലോ ഒരു തെരഞ്ഞെടുപ്പിന് നേരിടേണ്ടത്. ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വൈകി എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതിനകത്ത് ഞങ്ങൾക്കൊരു വൈകല്യം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ഗഫൂർ ലില്ലീസ് പേടിച്ച് കണ്ടം വഴി ഓടിയെന്നാണ് UDFിൻ്റെ പ്രചാരണം. എവിടുന്ന് ആളുകൾ ഗഫൂർ ലില്ലീസ് ഈ നിമിഷവും വെല്ലുവിളിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിപ്പെട്ട തിരൂരിൽ മുനിസിപ്പാലിറ്റിക്കകത്ത് നഗരസഭയ്ക്കകത്ത് തൻ്റെ ഇടമുള്ള ധീരതയോടുകൂടി സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ജനങ്ങളോട് സംവദിക്കാൻ തയ്യാറുള്ള ഏത് ലീഗ് നേതാവിനെയും ഞാൻ വെല്ലുവിളിക്കുന്നു. എന്തേ മുസ്ലിം ലീഗിൻ്റെ ചെയർമാൻ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ആളൊരു ചർച്ചയ്ക്ക് തയ്യാറല്ലാത്തത്? എന്തേ 5 വർഷങ്ങൾക്ക് മുമ്പ് തിരൂരിനെ കുത്തുവാളടുപ്പിച്ചിട്ടുള്ള ആൾ ചർച്ച ചെയ്തു പോയല്ലോ? എന്തേ ബാക്കിയുള്ള ആളുകൾ ചർച്ചയ്ക്ക് വരാത്തത്? ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. മുനിസിപ്പാലിറ്റിയുടെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു, മുനിസിപ്പൽ സെക്രട്ടറിയെ ഞാൻ ക്ഷണിക്കുന്നു, ട്രഷററെ ക്ഷണിക്കുന്നു, നഗരസഭയുടെ മുനിസിപ്പൽ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്ന മുഴുവൻ ലീഗ് നേതാക്കന്മാരെയും വളരെ സൗഹാർദ്ദപരമായിക്കൊണ്ട് സത്യസന്ധമായിക്കൊണ്ട് പൊതുജന സമക്ഷം ഒരു ചർച്ചയ്ക്ക് ഈ നിമിഷവും ഞാൻ ക്ഷണിക്കുന്നു. നമുക്ക് സംവദിക്കാം. തിരൂരിനെ സംബന്ധിച്ച് നമ്മൾ സംവദിക്കാം. 40 വർഷക്കാലം തിരൂർ മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിലിരുന്നവർ ഈ നാടിന് വേണ്ടി എന്തു ചെയ്തു എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതേസമയം കേവലം 15 വർഷക്കാലം അധികാരത്തിലിരുന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുനിസിപ്പൽ കൗൺസിൽ ചെയ്തതല്ലാതെ തിരൂരിൽ എന്തുണ്ട് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്തെങ്കിലും എടുത്തു പറയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയൂ. 5 വർഷങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ നിങ്ങളുടെ പ്രകടന പത്രികയിൽ, ലീഗിൻ്റെ പ്രകടന പത്രികയിൽ 119 വാഗ്ദാനങ്ങളുണ്ടായിരുന്നു. 119 വാഗ്ദാനങ്ങളിൽ 2 കാര്യങ്ങളാണ് പൂർത്തീകരിച്ചത്. 117 കാര്യങ്ങൾ പൂർത്തിയാക്കാതെയാണ് നിങ്ങൾ ഇറങ്ങിപ്പോയത്. ആ 2 കാര്യങ്ങളിൽ ഒന്നെന്താ? ട്രാഫിക് സിഗ്നൽ സ്ഥാപിച്ചത്. അതുപോലും നിയമം ലംഘിച്ചു. വേണ്ട, PWD റോഡിനകത്ത് ട്രാഫിക് ലൈറ്റുകൾ സ്ഥാപിക്കാൻ മുനിസിപ്പാലിറ്റിക്ക് അധികാരമില്ല, തെറ്റായിട്ടുള്ള കീഴ്വഴക്കമാണെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നു. ഇതൊന്നും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപമല്ല. ഞാൻ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ. മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കന്മാർ പറയുന്നത് പോലെ വാഴെ തോന്നിയത് മുഴുവൻ വിളിച്ചു പറയുന്ന പരിപാടിയില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായിട്ട് മാത്രമേ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ. അതാണ് ഇപ്പോഴും പറയാറുള്ളത്. താങ്കൾ എന്തുകൊണ്ടാണ് വീട് ഉൾപ്പെടുന്ന പ്രദേശത്ത് മത്സരിക്കാതെ മറ്റ് പാർട്ടിയുടെ കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വാർഡ് തിരഞ്ഞെടുത്തത്? ഞാൻ നേരത്തെ മത്സരിക്കണമെന്ന് എൻ്റെ പാർട്ടി എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നോട് പാർട്ടി പറയുന്ന ഘട്ടത്തിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ സ്ഥാനാർത്ഥികളായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്കവിടെ സുഖകരമായിട്ട് മത്സരിക്കാനും നല്ല ഭൂരിപക്ഷത്തിനും ജയിക്കാൻ കഴിയാവുന്ന പ്രദേശം തന്നെയാണ് എൻ്റെ വീട് ഉൾക്കൊള്ളുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഞാൻ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വലിയ ഭൂരിപക്ഷത്തിനാണ് എനിക്ക് അവിടുന്ന് ലീഡ് വന്നിട്ടുള്ളത്. അവിടെ എനിക്ക് പുറകോട്ട് കൊണ്ട് ആശങ്കപ്പെടേണ്ട ഒരു സംഗതിയില്ല. നമ്മൾ തന്നെ നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ അവിടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പാർട്ടി എന്നോട് പറയുമ്പോൾ, ഇടതുപക്ഷം എന്നോട് പറയുമ്പോഴാണ് ഞാൻ മത്സര രംഗത്തേക്ക് വരുന്നത്. എന്നോട് പാർട്ടി പറഞ്ഞു ഈ വാർഡിൽ മത്സരിക്കണം. ഞാനതിന് തയ്യാറായി. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പാർട്ടി പറഞ്ഞ വാർഡിൽ മത്സരിക്കുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാവുകയാണ് ചെയ്തത്. ഒരു വാർഡും ഞാൻ ആവശ്യപ്പെടുകയോ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയോ ചെയ്തിട്ടില്ല. പ്രചാരണം തീർന്നപ്പോൾ UDF നല്ല ആത്മവിശ്വാസത്തിലാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? ആത്മവിശ്വാസം വളരെ നല്ലതാണ്. അത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നത് വരെ ആത്മവിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഞങ്ങൾ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം, യഥാർത്ഥത്തിലുള്ള വിഷയങ്ങൾ ജനങ്ങളോട് സംവദിച്ചിട്ടുണ്ട്. കള്ളപ്രചാര വേലകൾക്കൊന്നും ജനങ്ങൾ മുഖവിലെടുക്കില്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇന്ത്യയിലും
വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.